നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്ററിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്താണ് റിനൈസൻസ് എന്നും അതുപോലെ റിനൈസൻസിന്റെ അടിസ്ഥാന ആശയമായിട്ടുള്ള ഹ്യൂമനിസം എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഒരു ക്ലാസ് കാണാതെയാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ പോയിട്ട് ആ 2 ക്ലാസ്സുകളും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താണ് റിനൈസൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി റിനൈസൻസ് വിവിധ മേഖലകളിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിനാദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് നവോത്ഥാനം സാഹിത്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം എങ്ങനെയാണ്, പുതിയ രചനകൾ എങ്ങനെ ആവിർഭവിച്ചു, അതിൽ പെടുന്ന പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നവോത്ഥാന സാഹിത്യത്തിന്റെ ഒരു പ്രധാന സവിശേഷത ദേശീയ ഭാഷകളുടെ വളർച്ചയാണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു റിനൈസൻസ് ഉണ്ടാകാൻ ഇടയായിട്ടുള്ള സാഹചര്യങ്ങൾ പറഞ്ഞപ്പോൾ ദേശീയ ഭാഷകളുടെ വളർച്ചയെക്കുറിച്ച്. ഇവർ ലാറ്റിൻ ഭാഷയ്ക്ക് പകരം ജനങ്ങളുടെ ഭാഷയായിട്ടുള്ള ഇറ്റാലിയൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ഡച്ച്, സ്പാനിഷ്, ജർമ്മൻ തുടങ്ങിയ ആധുനിക യൂറോപ്യൻ ഭാഷകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ ഈ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടു. അപ്പോൾ ഒന്നാമതായിട്ട് ഈ നവോത്ഥാന സാഹിത്യം ഇത്രത്തോളം ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ദേശീയ ഭാഷകളുടെ വളർച്ചയാണ്. ഇപ്പം ഇറ്റലിയിലും അതുപോലെ ഫ്രാൻസിലാണെങ്കിൽ ഫ്രഞ്ച്, ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് തുടങ്ങിയ എല്ലാ ഭാഷകളിലും ഒരുപാട് കൃതികൾ രചിക്കപ്പെടാൻ തുടങ്ങി. ഇറ്റാലിയൻ നവോത്ഥാന സാഹിത്യത്തിന് തുടക്കം കുറിച്ചത് വിഖ്യാത കവിയായിട്ടുള്ള ഡാന്റെയാണ്. ഡാന്റെയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡാന്റെയും പെട്രാർക്കും അറിയപ്പെടുന്നത് ഹ്യൂമനിസത്തിന്റെ പിതാവ്, അതുപോലെ നവോത്ഥാനത്തിന്റെ പ്രഭാത നക്ഷത്രം എന്നീ പേരുകളിലൊക്കെയാണ് ഇവർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇറ്റാലിയൻ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചവരിൽ ഏറ്റവും പ്രമുഖനാണ് ഡാന്റെ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ഡിവൈൻ കോമഡി എന്ന് പറയുന്നത്. ഇത് ഇറ്റാലിയൻ സാഹിത്യത്തിലെ തന്നെ മഹത്തായിട്ടുള്ള രചനകളിൽ ഒന്നാണ് ഡാന്റെയുടെ ഡിവൈൻ കോമഡി. ഇറ്റലിയിലെ മറ്റൊരു പ്രശസ്ത സാഹിത്യകാരനാണ് പെട്രാർക്ക്. മാനവികതയുടെ സ്ഥാപകനായ ഇദ്ദേഹമാണ് ഗീതകം എന്ന നവീന സാഹിത്യ രൂപം വികസിപ്പിച്ചത്. പെട്രാർക്ക് ആരാണ്? മാനവികതയുടെ പിതാവാണ്. ഇദ്ദേഹമാണ് ഗീതകം എന്ന നവീന സാഹിത്യ രൂപം വികസിപ്പിച്ചത്. അതുപോലെ പ്രിയമുള്ള ലോറയ്ക്ക് 200-ൽ പരം ഗീതകങ്ങൾ, ആഫ്രിക്ക എന്നിവയും ആരുടെ രചനകളാണ്? പെട്രാർക്കിന്റെ രചനകളിൽ പെടുന്നതാണ്. പ്രിയമുള്ള ലോറയ്ക്ക്, അതുപോലെ ആഫ്രിക്ക തുടങ്ങിയ കൃതികൾ. ഇറ്റാലിയൻ ഗദ്യത്തിന്റെ കർത്താവാണ് ബൊക്കാച്ചിയോ. ഗദ്യം എന്ന് പറയുന്നത് പ്രോസ്. 100 കഥകളുടെ സമാഹാരമായിട്ടുള്ള ഡെക്കാമറൻ എന്ന കൃതി രചിച്ചത് ഇദ്ദേഹമാണ്. ബൊക്കാച്ചിയോയുടെ കൃതിയാണ് 100 കഥകളുടെ സമാഹാരമായിട്ടുള്ള ഡെക്കാമറൻ കഥകൾ എന്ന് പറയുന്നത്. ഇതിൽ പ്ലേഗിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫ്ലോറൻസിലെ ചരിത്രകാരനായിരുന്ന മാക്യവല്ലി ദി പ്രിൻസ് എന്ന കൃതിയുടെ രചയിതാവായിരുന്നു. ഈ കൃതി പിന്നീട് രാജാക്കന്മാരുടെ വേദഗ്രന്ഥമായിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പം ഇന്ത്യയിൽ കൗടില്യനെ വിളിക്കുന്നത് ഇന്ത്യൻ മാക്യവല്ലി എന്ന പേരിലാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ കൃതി ഉണ്ട് അല്ലെ, കൗടില്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന കൃതിയെ അദ്ദേഹത്തെ വിളിക്കുന്നത് മാക്യവല്ലി എന്നാണ്. അതെന്തുകൊണ്ടാണ്? രാജാക്കന്മാരുടെ വേദഗ്രന്ഥമായിട്ടുള്ള അർത്ഥശാസ്ത്രം രചിച്ചത് കൊണ്ടാണ്. അതുപോലെ ഇറ്റലിയിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ഇറ്റാലിയൻ ചാണക്യൻ എന്ന പേരിലാണ് ഈ മാക്യവല്ലി അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഫ്ലോറൻസിലെ ചിത്രകാരനായിട്ടുള്ള മാക്യവല്ലിയാണ് ഏത് രചിച്ചിട്ടുള്ളത്? ദി പ്രിൻസ് എന്ന് പറയുന്ന കൃതി രചിച്ചിട്ടുള്ളത്. ഫ്രഞ്ച് സാഹിത്യത്തിൽ നവോത്ഥാനത്തിന് വഴിയൊരുക്കിയത് മൊണ്ടെയ്ൻ, അതുപോലെ റാബിലെ തുടങ്ങിയവരാണ്. ആധുനിക സാഹിത്യമായിട്ടുള്ള പ്രബന്ധം വികസിപ്പിച്ചത് ഇവരാണ്. മൊണ്ടെയ്നും റാബിലെയുമാണ് ഫ്രഞ്ച് സാഹിത്യത്തിൽ നവോത്ഥാനത്തിന് വഴിയൊരുക്കിയത്. ഇവരാണ് എന്ത് രചിച്ചിട്ടുള്ളത്? പ്രബന്ധം വികസിപ്പിച്ചത് റാബിലെയും മൊണ്ടെയ്നും ചേർന്നാണ്. ഇംഗ്ലണ്ടിലെ നവോത്ഥാന സാഹിത്യകാരന്മാരിൽ പ്രമുഖനാണ് തോമസ് മൂർ എന്ന് പറയുന്നത്. ആരാണ്? തോമസ് മൂർ. ഇംഗ്ലണ്ടിലാണ്. അവിടെ അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ കൃതിയുണ്ട് ഉട്ടോപ്പിയ എന്ന് പറയുന്നത്. ഒരു നിലവിലില്ലാത്ത സമൂഹത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഉട്ടോപ്പിയ എന്ന് പറയുന്നത് അല്ലെ. അതിന്റെയൊക്കെ ഒരു ആശയം എന്ന് പറയുന്നത് ഈ തോമസ് മൂറിന്റെ ഉട്ടോപ്പിയ എന്ന് പറയുന്ന കൃതിയിലാണ്. ഇംഗ്ലീഷ് കാവ്യകലയുടെ പിതാവാണ് ജെഫ്രി ചോസർ. ഇദ്ദേഹമാണ് കാൻറ്റർബറി കഥയുടെ കർത്താവ്. ജെഫ്രി ചോസറിന്റെ കൃതിയാണ് കാൻറ്റർബറി കഥകൾ എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു തന്നെ പോകണം, കാരണം നിങ്ങൾക്ക് ഇത് കൺഫ്യൂസിങ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ജോൺ ലീലി, അതുപോലെ റോബർട്ട് ഗ്രീൻ, ഷേക്സ്പിയർ എന്നിവരും ഇംഗ്ലണ്ടിലെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രമുഖരാണ്. ജെഫ്രി ചോസർ അദ്ദേഹത്തിന്റെ കാൻറ്റർബറി കഥകൾ, അദ്ദേഹത്തെ കൂടാതെ ജോൺ ലൈലി, റോബർട്ട് ഗ്രീൻ, ഷേക്സ്പിയർ എന്നിവരും ഇംഗ്ലണ്ടിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചു.
ഹോളണ്ടിലെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു ഇറാസ്മസ് എന്ന് പറയും. നമ്മൾ ഇറാസ്മസിനെ കുറിച്ച് ഓൾറെഡി മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിഡ്ഢിത്തത്തിന്റെ സ്തുതി എന്ന് പറയുന്നത് പ്രശസ്തമായിട്ടുള്ള ഒരു ആക്ഷേപഹാസ്യമാണ്, അല്ലെങ്കിൽ സറ്റയർ ആണ്. സ്പെയിനിലെ സെർവാന്റയുടെ കൃതിയാണ് ഡോൺ ക്വിക്സോട്ട് എന്ന് പറയുന്നത്. ബൈബിൾ ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ മാർട്ടിൻ ലൂതറും ഇതിന് മികച്ച സംഭാവനകൾ നൽകിയതാണ്. നമുക്ക് ഈ കൃതികൾ ഒന്നും കൂടി കൺസോൾട്ടേറ്റ് ചെയ്ത് നോക്കാം. സാഹിത്യകാരന്മാര് ഡാന്റെയുടെ കൃതിയാണ് ഡിവൈൻ കോമഡി, പെട്രാർക്കിന്റെ ആഫ്രിക്ക, പ്രിയമുള്ള ലോറയ്ക്ക് 200 പദം ഗീതകങ്ങൾ, ബൊക്കാച്ചിയോയുടെ ഡെക്കാമറൻ സ്റ്റോറീസ്, മാക്കിവെല്ലിയുടെ ദി പ്രിൻസ്, റാബിലെ മൊണ്ടൈൻ എന്നിവരുടെ പ്രബന്ധം. പിന്നെ വരുന്നത് തോമസ് മൂർ ആണ്, അദ്ദേഹത്തിന്റെ ഉട്ടോപ്യ, ജെഫ്രി ചോസറിന്റെ കാൻഡബറി കഥകൾ, ഇറാസ്മസിന്റെ വിഡ്ഢിത്തത്തിന്റെ സ്തുതി, സെർവാന്റയുടെ ഡോൺ കിക്ടോസ്, അതുപോലെ ലോറൻസോ ഡി വാലയുടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ദാനം. അപ്പൊ ഇതൊക്കെയാണ് നവോത്ഥാന കാലം സാഹിത്യത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇത് മാത്രമല്ല ഒരുപാടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ സംശയം ഉണ്ടെങ്കിൽ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്